നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 2 ശമൂവേലിൽ കൂടെയുള്ളതായ നമ്മുടെ കാലക്രമം അനുസരിച്ചുള്ള വായന തുടരുമ്പോൾ ഇന്ന് നാം വീണ്ടും ഒരു ഇടവേളയെടുത്ത് 1 ദിനവൃത്താന്തം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുകയാണ്. ഈ ഇടവേള യാദൃച്ഛികമല്ല, അതിനാഴമായ ആത്മീയ അർത്ഥമുണ്ട്. 2 ശമൂവേൽ ദാവീദിൻ്റെ രാജ്യത്തിൻ്റെ ബാഹ്യചരിത്രം, അവൻ്റെ വിജയങ്ങൾ, നേതൃത്വം, ഇസ്രായേലിനെ ഏകീകൃത രാജ്യമായി സ്ഥാപിച്ചത് എന്നിവ രേഖപ്പെടുത്തുമ്പോൾ 1 ദിനവൃത്താന്തം അതിൻ്റെ പിന്നാമ്പുറത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. തലമുറകളിലൂടെ തൻ്റെ ഉടമ്പടി ജനത്തെ സംരക്ഷിക്കുകയും ആരാധനയെ പുനഃസ്ഥാപിക്കുകയും ദാവീദിൻ്റെ ഭരണത്തിന് വഴിയൊരുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ അദൃശ്യ കരത്തെ അത് വെളിപ്പെടുത്തുന്നു. ശമൂവേലിൽ ചോദ്യം ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ദിനവൃത്താന്ത പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അതിലും ആഴത്തിലുള്ള ചോദ്യം ചോദിക്കുന്നു: എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഒരു സിംഹാസനം സ്ഥാപിക്കുന്നതിന് മുൻപ് ഒരു ജനത്തെ ഒരുക്കുന്നു എന്നതാണ്. ഒരു രാജാവിനെ ഉയർത്തുന്നതിന് മുൻപ് അവൻ ആത്മീയ അടിത്തറ പണിയുന്നു. നാം തിരിച്ചറിയുന്നതിന് വളരെ മുമ്പേ ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഇസാഖർ, ബെന്യാമീൻ, നഫ്താലി, മനശ്ശെ, എഫ്രയീം, ആശേർ എന്നീ ഗോത്രങ്ങളുടെ വംശാവലികൾ തുടരുന്നു. പലർക്കും ഈ അധ്യായങ്ങൾ പരിചയമില്ലാത്ത പേരുകളുടെ പട്ടിക മാത്രമായി തോന്നാം. എന്നാൽ ദൈവത്തിന് ഓരോ പേരിനും വിലയുണ്ട്. ഓരോ വ്യക്തിക്കും അവൻ്റെ നിയമപദ്ധതിയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഈ അധ്യായത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ സംഭവങ്ങളിലൊന്ന് എഫ്രയീമിൻ്റെ ജീവിതത്തിലാണ്. അവൻ്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടപ്പോൾ അവൻ വലിയ ദുഃഖത്തിലായി. കുടുംബം മുഴുവനും വിലപിച്ചു. എന്നാൽ പിന്നീട് ദൈവം അവന് മറ്റൊരു മകനെ നൽകി. അവൻ്റെ പേര് ബെരിയാവ്. ആ പേരിൻ്റെ അർത്ഥം കഷ്ടകാലത്ത് ജനിച്ചവൻ അല്ലെങ്കിൽ വിപത്തിൻ്റെ നടുവിൽ ജനിച്ചവൻ എന്നാണ്. എത്ര ആശ്വാസം നിറഞ്ഞ ഒരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ സംഭവിക്കും. നാം പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, എന്നിട്ടും നിരാശകൾ നേരിടേണ്ടി വരും. എന്നാൽ ബെരിയായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തകർന്ന കാലങ്ങൾക്ക് ശേഷവും ദൈവം പുതിയ തുടക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നതാണ്. നമ്മുടെ വേദന ഒരിക്കലും ദൈവത്തിൻ്റെ കഥയുടെ അവസാന അധ്യായമല്ല. ഇന്ന് കേൾക്കുന്നവരിൽ ആരെങ്കിലും കഷ്ടതയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ബെരിയാവിനെ ഓർക്കുക. വേദനയ്ക്ക് ശേഷവും പ്രത്യാശയുടെ പുതിയ അധ്യായങ്ങൾ എഴുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അധ്യായം 8 നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായും ബെന്യാമിൻ ഗോത്രത്തെയും ശൗലിൻ്റെ കുടുംബ വംശത്തെയും കുറിച്ചാണ് പറയുന്നത്. പരാജയപ്പെട്ട ഒരു രാജാവിൻ്റെ വംശാവലി രേഖപ്പെടുത്താൻ ദിനവൃത്താന്തകാരൻ ഇത്ര പ്രാധാന്യം നൽകിയത് എന്തുകൊണ്ടാണ്? കാരണം ഒരാൾ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം ദൈവം അവനെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നില്ല. അനുസരണക്കേട് കാരണം ശൗലിന് രാജ്യം നഷ്ടമായി, എങ്കിലും അവൻ്റെ കുടുംബം ദൈവവചനത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടി. ഇത് ദൈവത്തിൻ്റെ നീതിയും കരുണയും ഒരുപോലെ വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം ദാവീദിൻ്റെ ഭരണത്തിലേക്കുള്ള മാറ്റത്തിനും ഇത് തയ്യാറെടുപ്പ് ഒരുക്കുന്നു. നാം പലപ്പോഴും മനുഷ്യരെ അവരുടെ പരാജയങ്ങളാൽ വിലയിരുത്തുന്നു. എന്നാൽ ദൈവം മുഴുവൻ കഥയും കാണുന്നു. മനുഷ്യർ പരാജയപ്പെട്ടാലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിലനിൽക്കുന്നു. ഈ അധ്യായം നിശബ്ദമായി പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നിയമം മനുഷ്യൻ്റെ ബലഹീനതയേക്കാൾ വലുതാണ് എന്നതാണ്. 9-ാം അധ്യായം ഒരു പ്രധാന വഴിത്തിരിവാണ്. ഇപ്പോൾ ദിനവൃത്താന്തകാരൻ ഭൂതകാലത്തിൽ നിന്ന്, ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ആദ്യം ഊന്നി പറയുന്നത് എന്താണ്? നഗരങ്ങളല്ല, സൈന്യങ്ങളല്ല, വ്യാപാരങ്ങളല്ല, രാഷ്ട്രീയ നേതൃത്വവുമല്ല. ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് ദൈവാലയമായിരുന്നു. പുരോഹിതന്മാർ മടങ്ങിയെത്തി, ലേവ്യർ മടങ്ങിയെത്തി, ഗായകർ മടങ്ങി വന്നു, കാവൽക്കാരന്മാർ മടങ്ങി വന്നു, ദൈവാലയ ശുശ്രൂഷകർ മടങ്ങിയെത്തി. സന്ദേശം വ്യക്തമാണ്. ആരാധന പുനഃസ്ഥാപിക്കപ്പെടുമ്പോഴാണ് ഒരു ജനത യഥാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു വിഭാഗം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു: വാതിൽ കാവൽക്കാർ. അവരുടെ ശുശ്രൂഷ വളരെ ലളിതമായിരുന്നു. അവർ ദൈവാലയത്തിൻ്റെ പ്രവേശന കവാടങ്ങൾ കാത്തു സൂക്ഷിച്ചു. അത്ഭുതങ്ങൾ ചെയ്തില്ല, പ്രസംഗങ്ങൾ നടത്തിയില്ല, ജനശ്രദ്ധ നേടിയില്ല. എന്നിരുന്നാലും ദൈവം അവരുടെ പേരുകൾ ബഹുമാനത്തോടെ രേഖപ്പെടുത്തി. ഇത് ഓരോ വിശ്വാസിക്കും വലിയ പ്രോത്സാഹനമാണ്. പല ക്രിസ്ത്യാനികളും നിശബ്ദമായി ശുശ്രൂഷ ചെയ്യുന്നു. ചിലർ പള്ളികൾ വൃത്തിയാക്കുന്നു, ചിലർ കസേരകൾ ക്രമീകരിക്കുന്നു, ചിലർ ഭക്ഷണമൊരുക്കുന്നു, ചിലർ കുട്ടികളെ പഠിപ്പിക്കുന്നു, ചിലർ രോഗികളെ സന്ദർശിക്കുന്നു, ചിലർ ആരും കാണാതെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നു, ചിലർ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നു. അവർ ഒരിക്കലും പ്രസംഗപീഠത്തിൽ നിൽക്കാതിരിക്കാം. ലോകം അവരുടെ സേവനം കാണാതെ പോകാം, പക്ഷേ ദൈവം ഒരിക്കലും കാണാതെ പോകുന്നില്ല. ആരും കാണാത്ത ഇടങ്ങളിലെ വിശ്വസ്തത ദൈവത്തിന് അത്യന്തം വിലപ്പെട്ടതാണ്. 10-ാം അധ്യായം ശൗലിൻ്റെ മരണത്തെ വിവരിക്കുന്നു. ശമൂവേൽ പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായി
ദിനവൃത്താന്തം ശൗൽ മരിക്കേണ്ടി വന്ന കാരണം ഉടൻ തന്നെ വ്യക്തമാക്കുന്നു. അവൻ ദൈവത്തോട് അവിശ്വസ്തനായിരുന്നു, ദൈവവചനത്തെ അനുസരിച്ചില്ല. യഹോവയോട് അന്വേഷിക്കുന്നതിന് പകരം ആഭിചാരണയുടെ അടുക്കൽ ഉപദേശം തേടി. ശൗലിൻ്റെ വീഴ്ച ഗിൽബോവ പർവ്വതത്തിലെ യുദ്ധഭൂമിയിൽ ആരംഭിച്ചതല്ല. വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഹൃദയം പൂർണ്ണ അനുസരണത്തിൽ നിന്ന് പതുക്കെ അകന്നു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ തുടക്കം. പുറമേയുള്ള തകർച്ച സാധാരണയായി ഉള്ളിലെ വിട്ടുവീഴ്ചയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ശൗൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചു, എന്നാൽ ദൈവത്തിൻ്റെ അധികാരത്തിന് എല്ലായ്പ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ദാവീദ് അതുപോലെ ആയിരുന്നില്ല. അവനും പൂർണ്ണനായ മനുഷ്യനല്ലായിരുന്നു. അവനും വീണു, അവനും പാപം ചെയ്തു, അവനും പരാജയപ്പെട്ടു. എന്നാൽ ഓരോ തവണയും അവൻ വിനയപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വന്നു. അതാണ് വ്യത്യാസം. ദൈവം പൂർണ്ണരായ മനുഷ്യരെ അല്ല അന്വേഷിക്കുന്നത്, മാനസാന്തരപ്പെടുന്ന ഹൃദയങ്ങളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഈ അധ്യായം പ്രത്യാശയോടെയാണ് അവസാനിക്കുന്നത്. രാജ്യം ദാവീദിന് കൈമാറ്റപ്പെട്ടു. മനുഷ്യൻ്റെ പരാജയം ദൈവത്തിൻ്റെ നിത്യപദ്ധതിയെ ഒരിക്കലും തടയുന്നില്ല. ഒരാൾ ദൈവവിളി നിരസിച്ചാൽ അവനോടൊപ്പം നടക്കാൻ തയ്യാറായ മറ്റൊരാളെ ദൈവം ഉയർത്തും. ഇപ്പോൾ ഈ അധ്യായങ്ങൾ നമ്മുടെ കാലക്രമ വായനയിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. നാം വീണ്ടും 2 ശമൂവേലിലേക്ക് മടങ്ങുമ്പോൾ ദാവീദ് ഇസ്രായേലിൽ ഭരിക്കുന്നതും യെരുശലേമിനെ സ്ഥാപിക്കുന്നതും നിയമപെട്ടകം അവിടെ കൊണ്ടുവരുന്നതും ചുറ്റുമുള്ള ശത്രുക്കളെ തോൽപ്പിക്കുന്നതും ദൈവാലയത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതും കാണാം. എന്നാൽ ദിനവൃത്താന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്നതാണ്. ദൈവം ഇതിനു മുൻപേ നിശബ്ദമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ ഓരോ ഗോത്രത്തെയും സംരക്ഷിച്ചു, ഓരോ കുടുംബത്തെയും ഓർത്തു, യഥാർത്ഥ ആരാധനയെ പുനഃസ്ഥാപിച്ചു. ശൗലിൻ്റെ അവിശ്വസ്തത വെളിപ്പെടുത്തി, തൻ്റെ നിയമവാഗ്ദാന പ്രകാരം ദാവീദിനെ ഒരുക്കി. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാവീദിനെ സിംഹാസനത്തിൽ കാണിക്കുന്നു. എന്നാൽ ദിനവൃത്താന്തം സിംഹാസനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണിക്കുന്നു. ഈ പുസ്തകങ്ങളിലെ ഏറ്റവും മഹത്തായ പാഠങ്ങളിൽ ഒന്നാണിത്. ചരിത്രം രാജാക്കന്മാരോ സർക്കാരുകളോ സൈന്യങ്ങളോ മാത്രം നയിക്കുന്നതല്ല. ചരിത്രം നിയന്ത്രിക്കുന്നത് സർവാധികാരിയായ ദൈവത്തിൻ്റെ കരമാണ്. ഈ അധ്യായങ്ങൾ ഇന്നും നമ്മോട് ശക്തമായി സംസാരിക്കുന്നു. പ്രശസ്തരോ സ്വാധീനമുള്ളവരോ അല്ലാത്തതിനാൽ തങ്ങളുടെ ജീവിതത്തിന് വിലയില്ലെന്ന് പല വിശ്വാസികളും ചിന്തിക്കുന്നു. ദിനവൃത്താന്തം അതിന് വ്യക്തമായ മറുപടി നൽകുന്നു. ദൈവം ഓരോ പേരും അറിയുന്നു, ഓരോ വിശ്വസ്ത പ്രവൃത്തിയും കാണുന്നു, ഓരോ നിശബ്ദ ശുശ്രൂഷകനെയും ഓർക്കുന്നു. ഇന്ന് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വാതിൽ കാവൽക്കാരനെ പോലെ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കാം. അല്ലെങ്കിൽ എഫ്രൈമിനെ പോലെ ദുഃഖവും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും വഹിക്കുന്നവനായിരിക്കാം. അല്ലെങ്കിൽ ശൗലിനെ പോലെ വിട്ടുവീഴ്ചയുടെ ദുഃഖകരമായ ഫലങ്ങൾ കണ്ടിട്ടുള്ളവനായിരിക്കാം. അല്ലെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഇനിയും നിവൃത്തിയാകുന്നത് കാത്തിരിക്കുന്ന ദാവീദിനെ പോലെ ആയിരിക്കാം. ഈ അധ്യായങ്ങളിലെ സന്ദേശം വളരെ ലളിതമാണ്. ദൈവം ഒരിക്കലും നിഷ്ക്രിയനല്ല. സ്വർഗം നിശബ്ദമാണെന്ന് തോന്നുമ്പോഴും ദൈവം തൻ്റെ അടുത്ത അധ്യായം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ കരുതൽ പലപ്പോഴും മറഞ്ഞിരിക്കും, പക്ഷേ അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും വെറുതെ ആകുന്നില്ല. ഓരോ കാലത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഓരോ കണ്ണീരും ദൈവം ഓർക്കുന്നു. ഓരോ വിശ്വസ്ത പ്രവൃത്തിക്കും വിലയുണ്ട്. ഓരോ തലമുറയ്ക്കും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയിൽ പങ്കുണ്ട്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ, ആരും ശ്രദ്ധിക്കാത്തപ്പോഴും ഞാൻ വിശ്വസ്തനായി നിലകൊള്ളാൻ തയ്യാറാണോ? എൻ്റെ ഹൃദയം ദാവീദിനെ പോലെ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണോ, അതോ ശൗലിനെ പോലെ പതുക്കെ അകന്നു പോവുകയാണോ? നാം വീണ്ടും 2 ശമൂവേൽ വായിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ദാവീദിൻ്റെ രാജ്യം വെറും സൈനിക വിജയങ്ങളാലോ രാഷ്ട്രീയ ജ്ഞാനത്താലോ പണിതുയർത്തപ്പെട്ടതല്ല. അത് ദൈവത്തിൻ്റെ തലമുറകളായുള്ള വിശ്വസ്തതയുടെയും നിശബ്ദ ശുശ്രൂഷകരുടെയും സംരക്ഷിക്കപ്പെട്ട കുടുംബങ്ങളുടെയും പുനഃസ്ഥാപിക്കപ്പെട്ട ആരാധനയുടെയും നിയമവാഗ്ദാനങ്ങളുടെയും മേലാണ് പണിതുയർത്തപ്പെട്ടത്. ദാവീദിൻ്റെ രാജ്യം ഒരുക്കിയ അതേ ദൈവം ഇന്നും തൻ്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നിങ്ങളുടെ പേരറിയുന്നു, നിങ്ങളുടെ ശുശ്രൂഷ കാണുന്നു, നിങ്ങളുടെ കണ്ണീർ ഓർക്കുന്നു. നിങ്ങൾക്ക് അവൻ്റെ കൈ കാണാൻ കഴിയാത്തപ്പോഴും അവൻ്റെ ഹൃദയത്തെ വിശ്വസിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ഉദ്ദേശം പൂർത്തിയാകുന്നതുവരെ നാം വിശ്വസ്തരായി നിലനിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.